പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറുകഥയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. സമൂഹത്തിലെ അനീതികൾക്കെതിരെ തൂലിക ചലിപ്പിച്ച് ജനങ്ങളോട് ധൈര്യസമേതം തന്റെ അഭിപ്രായങ്ങൾ കഥയിലൂടെ വിളിച്ചു പറയാൻ തന്റെ ഇടം കാണിക്കുന്ന യുവ എഴുത്തുകാരൻ എസ് നവീൻ. അദ്ദേഹത്തിന്റെ കഥ ലച്ചി. ലച്ചിയുടെ സംഘർഷഭരിതമായ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും തന്ന് ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്നും വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ലച്ചി. പരമാവധി വൈകി എണീറ്റ് പ്രാതലും ഉച്ചഭക്ഷണവും ഒന്നിച്ചാക്കി TV കാണലും വായനയും ഉറക്കവുമൊക്കെയായി ഫ്ളാറ്റിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാറാണ് വാരാന്ത്യങ്ങളിലെ ഞങ്ങളുടെ പതിവ്. ട്രിപ്പിനും ട്രെക്കിങ്ങിനും പാർട്ടികൾക്കുമൊക്കെ വിളിച്ച് സുഹൃത്തുക്കൾക്ക് മടുത്തു കഴിഞ്ഞിരുന്നു. പുറത്തുള്ള കറക്കം പോട്ടെ, അപ്പാർട്ട്മെന്റ് കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള വിശാലമായ പുൽത്തകിടിയോ ഇൻഡർ കളിസ്ഥലങ്ങളോ സ്വിമ്മിംഗ് പൂളോ ഒന്നും തന്നെ ഫ്ളാറ്റിനുള്ളിലെ ഇളം തണുപ്പിനേക്കാൾ ആകർഷകമായി ഞങ്ങൾക്ക് തോന്നാറില്ലെന്നതാണ് സത്യം. അക്കാര്യത്തിൽ മാത്രമാണ് എനിക്കും എന്റെ ലിവിംഗ് പാർട്ട്ണർ ഷാനുവിനും ഏക അഭിപ്രായമുള്ളത്. എന്നാൽ പതിവുകളൊക്കെ തെറ്റിച്ച ഭ്രാന്തമായ തിരക്ക് പിടിച്ചൊരു വാരാന്ത്യമായിരുന്നു അത്. മാറി മാറി നിന്ന വാടകയിടങ്ങളിൽ നിന്നും സ്വന്തം ഫ്ളാറ്റിലേക്ക് താമസം മാറിയിട്ട് മാസം 2 ആയെങ്കിലും അത്യാവശ്യം ഫർണിച്ചറുകൾ വാങ്ങിയിട്ടതൊഴിച്ചാൽ ബാക്കിയിടമെല്ലാം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. സാധനങ്ങൾ പോയി വാങ്ങാൻ സമയം കിട്ടാതിരുന്നത് മാത്രമായിരുന്നില്ല കാരണം. സ്വന്തം വാസസ്ഥലമെന്ന ജീവിതാഭിലാഷം സാക്ഷാത്കരിക്കാൻ ബാങ്ക് ലോൺ എന്ന അജീവനാന്ത ബാധ്യത തലയിലേറ്റണോ, അതോ മാസവാടക നൽകി 2-3 വർഷം കൂടുമ്പോൾ കൂടുവിട്ട് കൂടുമാറുന്ന പരിപാടി തുടരണോ എന്ന സാർവദേശീയ പ്രശ്നത്തിന് ഞങ്ങൾക്കൊടുവിൽ ഉത്തരമായത് ഈ 2 മുറി ഫ്ളാറ്റാണ്. സ്വന്തമായി ഒരാസ്തി എന്നതിനേക്കാൾ കോവിഡിന് ശേഷം നഗരത്തിൽ കുത്തനെ ഉയരുന്ന വാടകയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഷാനുവിന്റെ ഭാഷയിൽ ഞങ്ങളിപ്പോഴും വാടകക്കാരാണ്. ഞങ്ങളല്ല, വിലയുടെ 90% മുടക്കിയ സ്റ്റേറ്റ് ബാങ്കാണ് ശരിക്കും ഈ ഫ്ളാറ്റിന്റെ ഉടമകള്. വാടക മാസത്തവണ എന്ന പേരിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അവർ കൃത്യമായി വലിക്കുന്നുമുണ്ട്. പുതിയ വീട് വാങ്ങിച്ചതിന് അഭിനന്ദിക്കുന്നവർക്കും അതിന്റെ വകയിൽ ചെലവ് ചോദിക്കുന്നവർക്കും പകുതി കാര്യമായും പകുതി തമാശയായും അവൻ നൽകുന്ന സ്ഥിരം മറുപടി ഇതാണ്: ബാങ്ക് ബാലൻസ് മുഴുവൻ അടിച്ചു തുടച്ചെടുത്തിട്ടാണ് ഫ്ളാറ്റിന്റെ വിലയിൽ ബാങ്ക് ലോൺ കഴിഞ്ഞുള്ള ബാക്കി തുക ഒപ്പിച്ചത്. രസം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും വാങ്ങാൻ വൈകുന്നതിനുള്ള യഥാർത്ഥ കാരണം കയ്യിൽ കാശില്ലാത്തതാണെന്ന് ഞങ്ങൾ പരസ്പരം തുറന്ന് സമ്മതിച്ചിരുന്നില്ല. പകരം ജോലി തിരക്ക് കാരണമാക്കി സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങുന്നത് ഞങ്ങൾ വൈകിപ്പിച്ചു. ഒടുവിൽ ഈ വർഷത്തെ ബോണസ് തുക അക്കൗണ്ടിൽ കയറിയപ്പോൾ 2 ആളും നേരെ വെച്ചു പിടിച്ചു. 2 ദിവസം കൊണ്ട് നഗരത്തിലെ ഷോപ്പുകൾ ഒരുപാട് കയറി ഇറങ്ങേണ്ടി വന്നെങ്കിലും അത്യാവശ്യം വേണ്ട ഉപകരണങ്ങളും ബാക്കി ഫർണിച്ചറുകളും ഒപ്പിക്കാനായി. ഒടുക്കം എല്ലാം കഴിഞ്ഞ് വീടെത്തി ഒന്ന് മേൽ കഴുകാൻ പോലും നിൽക്കാതെ കട്ടിലിലേക്ക് വീണപ്പോഴാണ് എന്റെ നശിച്ച ഫോൺ റിങ് ചെയ്തത്. രോഷ്നിയല്ലേ? അപ്പുറത്ത് പരുക്കൻ സ്ത്രീ ശബ്ദം. ഉറക്ക ചടവോടെ ഞാൻ അതേയെന്ന് പറഞ്ഞപ്പോൾ അവർ തുടർന്നു: ആരാ? ഇത് ആര്യാവർത്തം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പോലീസ് എന്ന് കേട്ടപ്പോൾ ചാടി എണീറ്റ് പോയെങ്കിലും അവർ പറഞ്ഞ സ്ഥലപ്പേര് എനിക്ക് അങ്ങ് മനസ്സിലായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞെന്നോണം അവർ തുടർന്നു: പഴയ അസദാബാദില്ലേ? ആ അത് തന്നെ. പേര് മാറിയതൊന്നും അറിഞ്ഞില്ലേ? സ്വരം അല്പം കൂടി പരുക്കനായതുപോലെ. ഞങ്ങൾ താമസിക്കുന്ന നഗരത്തിന്റെ പേരുമാറ്റത്തെക്കുറിച്ച് എവിടെയോ കണ്ടതോർത്തു. പക്ഷെ ഇക്കാലത്ത് സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ പേരുമാറ്റങ്ങൾ രാജ്യത്ത് സ്ഥിരമായതിനാൽ ഓർമ്മയിൽ തങ്ങിയിരുന്നില്ലെന്നതാണ് നേര്. നിങ്ങൾക്കൊരു ലക്ഷ്മിപ്രഭയെ പരിചയമുണ്ടോ? ചോദ്യം കേട്ട് ഞാൻ പരിചയത്തിലുള്ള ലക്ഷ്മികൾക്കായി പരതി. നിങ്ങളുടെ വീട്ടിൽ മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. ഓ, ലച്ചി. പറഞ്ഞതല്പം ഉറക്കെയാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി ലച്ചിയുടെ പേര് കേട്ടപ്പോഴുണ്ടായ അമിതാവേശത്തെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്തു: അവളെ എനിക്കറിയാം മാഡം. ശരി, എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് എത്തണം. എനിക്ക് കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനാകും മുമ്പേ അവർ ഫോൺ വെച്ച് കളഞ്ഞു. ആ പരുക്കൻ ശബ്ദം ഓർത്തപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള ധൈര്യം വന്നതുമില്ല. നിന്റെ ഉറക്കം കളയുന്ന പരിപാടി അവൾ ഇനിയും നിർത്തിയില്ലേ? പുതപ്പിനുള്ളിൽ നിന്ന് ഷാനു തലനീട്ടി. ലക്ഷ്യയെ പറ്റിയാണ് അവന്റെ കുസൃതി ചോദ്യം. പക്ഷേ വിവർണമായ എന്റെ മുഖം കണ്ട് കാര്യം പന്തിയല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടാവണം അവൻ വേഗം എണീറ്റ് വന്നു. വിവരം പറഞ്ഞപ്പോൾ അവനും കൂടെ വരാമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും വേണ്ടെന്ന് പറയാനാണ് എനിക്കപ്പോൾ തോന്നിയത്.
കാർ അപ്പാർട്ട്മെന്റ് ഗേറ്റിന് പുറത്തേക്കെടുക്കുമ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു. ഷാനുവിന് ലച്ചിയെ നേരിട്ടറിയില്ല. ഞാൻ പറഞ്ഞുള്ള അറിവാണ്. ജോലി ലഭിച്ച് ഈ നഗരത്തിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആദ്യം നിന്ന കർത്താവിന്റെ മണവാട്ടികൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു. പക്ഷെ അവിടുത്തെ ചിട്ടയും ചട്ടങ്ങളും ഭക്ഷണവും എല്ലാം മടുത്തത് കാരണം 1 മാസത്തിനകം തന്നെ ഓഫീസിലുള്ള രണ്ടു പേരുമായി ചേർന്ന് ഒരു 3 മുറി ഫ്ളാറ്റിലേക്ക് മാറിയിരുന്നു. നഗരഹൃദയത്തിൽ തന്നെയുള്ള സനാതനൻ സ്ഥാൻ എന്ന ആ അപ്പാർട്ട്മെന്റ് സമുച്ചയം നഗരത്തിൽ ആദ്യം ഉയർന്ന വലിയ കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നെങ്കിലും നന്നായി പരിപാലിച്ചതിനാലാവണം അത്രയധികം പഴക്കം തോന്നിച്ചിരുന്നില്ല. വാടക വളരെ കൂടുതലായിരുന്നെങ്കിലും ഓഫീസിലേക്കുള്ള ദൂരക്കുറവായിരുന്നു അവിടെ തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. സനാതൻ സ്ഥാനിലെ വീട്ടുജോലിക്കാരിയായിരുന്ന കോമളക്കയുടെ മകളായിരുന്നു ലച്ചി എന്ന് വിളിപ്പേരുള്ള ലക്ഷ്മിപ്രഭ. തീരെ മെല്ലിച്ചൊരു പെണ്ണായിരുന്നു അവൾ. എണ്ണക്കറുപ്പാർന്ന മുഖത്ത് കത്തി നിൽക്കുന്ന അവളുടെ വലിയ കണ്ണുകളാണ് ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ ആകർഷിച്ചത്. പ്രായം കൗമാരത്തിന്റെ പടിവാതിക്കൽ എത്തിയെന്ന് ശരീരവും മനസ്സും വകവെച്ചു കൊടുക്കാത്തതുപോലെയായിരുന്നു അവളുടെ പ്രകൃതം. ഞങ്ങളുടെ അടക്കം അമ്മ ജോലിക്ക് പോകുന്ന ഫ്ളാറ്റുകളിൽ മാത്രമല്ല ആ അപ്പാർട്ട്മെന്റ് ആകെ അവൾ പാറി പറന്നു നടന്നു. അക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെറിച്ചിപ്പെണ്ണ്. ആ കെട്ടിടമാകെ ലച്ചിയുടെ ചിരിയുടെയും കുപ്പിവളകളുടെയും കൊലുസിന്റെയും കിലുക്കം നിറഞ്ഞു നിന്നിരുന്നുവെന്ന് പറഞ്ഞാലത് അതിശയോക്തിയാവില്ല. അക്കാലത്ത് ഞങ്ങളുടെ ഫ്ളാറ്റായിരുന്നു അവളുടെ ഇഷ്ടതാവളം. അവൾ അങ്ങനെ എപ്പോൾ കയറി വരുന്നെന്നോ ഇറങ്ങിപ്പോകുന്നെന്നോ ഞങ്ങൾ അറിയാറില്ല. ഒരു കാറ്റ് കയറി ഇറങ്ങിപ്പോകും പോലെ എന്നാണ് എന്റെ കൂട്ടുകാരികൾ തമാശയായി പറയാറുള്ളത്. മുറിയിൽ വന്നാലും അനുവാദം ചോദിക്കാതെ ഒരു വസ്തുവിലും അവൾ തൊടാറില്ല. പകരം സ്ഥാനം തെറ്റിക്കിടക്കുന്നത് വല്ലതും പറയാതെ തന്നെ അടുക്കി വെക്കുകയും ചെയ്യും. കലവില കൂടുമെന്നൊഴിച്ചാൽ അവളുടെ വരവിനോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആഴ്ച അറുതികളിൽ പിശുക്കില്ലാതെ ഉറക്കം വലിച്ചു നീട്ടാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ നിർദ്ദയം റദ്ദ് ചെയ്തുകൊണ്ട് 7 മണിക്ക് തന്നെ വന്ന് ബെല്ലടിക്കുന്ന കാര്യത്തിൽ മാത്രമായിരുന്നു അവളോട് ഞങ്ങൾ ദേഷ്യപ്പെടാറുള്ളത്. ഞങ്ങളും അക്കയുമെല്ലാം എങ്ങനെയൊക്കെയോ പറഞ്ഞു നോക്കിയിട്ടും അവളത് ചെയ്തുകൊണ്ടേയിരുന്നു. ആഴ്ചയിൽ ആകെ 2 ദിവസം മാത്രമാണ് അവൾക്ക് ഞങ്ങളെ മുഴുവൻ നേരവും കിട്ടുമെന്നുള്ളതായിരുന്നു ആ അനുസരണക്കേട് തുടരുന്നതിനുള്ള അവളുടെ ന്യായീകരണം. ഞങ്ങൾ മൂവരോടും വലിയ കൂട്ടാണെങ്കിലും ലച്ചിക്ക് എന്നോട് പ്രത്യേക സ്നേഹമാണെന്ന് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അത് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞതിന് ശേഷമാണത്. അവളുടെ അച്ഛൻ ഏതോ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വേണ്ടി വർഷങ്ങളായി കേരളത്തിലായിരുന്നു പണിയെടുത്തിരുന്നത് അത്രേ. ഒരിക്കൽ പോലും പോയിട്ടില്ലെങ്കിലും കേരളം എന്നാൽ അവൾക്ക് മാസത്തിലൊരിക്കൽ അച്ഛൻ കൊണ്ടു കൊടുക്കാറുള്ള കായ ചിപ്സും അച്ഛനിൽ നിന്ന് കേട്ടറിഞ്ഞ പച്ചപ്പാർന്ന മലകളും കടലും പുഴകളും ആനകളും മഴയും എല്ലാമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്താണ് റോഡ് പണിക്കിടെ മണ്ണിടിഞ്ഞു വീണ് ലച്ചിയുടെ അച്ഛനെ കാണാതാവുന്നത്. ഓണത്തിന് നാട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന കായ ചിപ്സ് വാങ്ങാതെ ലച്ചി കണ്ണു നിറയ്ക്കുന്നത് കണ്ട് അങ്കലാപ്പിലായ എന്നോട് കോമളക്കയാണ് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അത് കേട്ടതോടെ എനിക്ക് അവളോട് കൂടുതൽ സ്നേഹം തോന്നി. അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ചില മലയാളം വാക്കുകൾ അവൾ എന്നോട് പ്രയോഗിക്കാറുണ്ടായിരുന്നു. പുതിയവ എന്നോട് ചോദിച്ചു പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മലയാളത്തിലൂടെ അവൾ തന്റെ അച്ഛനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് തോന്നി. വലുതാകുമ്പോൾ അമ്മയെയും കൂട്ടി കേരളത്തിൽ അച്ഛനുണ്ടായിരുന്ന ഇടങ്ങളിൽ പോകുമെന്ന് അവൾ എന്നോട് അടക്കം പറയുമായിരുന്നു. അപ്പോൾ ആ വലിയ കണ്ണുകൾക്ക് തിളക്കമേറുന്നത് ഞാൻ കണ്ടു. ആ വർഷത്തെ അപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുപ്പിൽ കാലങ്ങളായി തുടരുന്ന ഭാരവാഹികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ഹിന്ദുമതത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ട്രസ്റ്റ് പണിത അപ്പാർട്ട്മെന്റ് ആയിരുന്നതിനാൽ ഉടമകളെല്ലാം അതേ സമുദായക്കാരായിരുന്നു. എന്നാൽ വാടകക്കാരിൽ സകല ജാതി മതസ്ഥരുമുണ്ടായിരുന്നു. പുതിയ അസോസിയേഷൻ ചുമതലയേറ്റപ്പോൾ ആദ്യം കത്തിവെച്ചത് മുതലാണ്. ട്രസ്റ്റ് പ്രതിനിധാനം ചെയ്യുന്ന സമുദായക്കാരോ അല്ലെങ്കിൽ ജാതിക്കൊൽ പ്രകാരം തുല്യ നിലയിലുള്ളവരോ വാടകക്കാരായി മതിയെന്നായിരുന്നു പ്രഥമ യോഗത്തിലെ പ്രധാന തീരുമാനം. വാടകക്കാരിൽ ചിലർ എതിർപ്പുയർത്തിയെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഉടമകൾക്കൊപ്പം വാടകക്കാരിലെ ഉന്നത കുലജാതരും ഈ പരിഷ്കാരത്തിന് കൈയടിച്ചതോടെ ഭൂരിഭാഗം ഇതര മതസ്ഥരും താഴ്ന്ന ജാതിക്കാരും ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരായി. ഒഴിയാൻ തയ്യാറാവാത്തവരെ അധികാരവും ബലവും ഉപയോഗിച്ചവർ തുരത്തി. ഉത്തരേന്ത്യക്കാരായ എന്റെ ഫ്ലാറ്റ്മേറ്റ്സിന്റെ ജാതി വാലുകളുടെ ബലത്തിൽ തൽക്കാലം ഞങ്ങൾക്കവിടെ തുടരാൻ സാധിച്ചു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. തുടർന്നുള്ള അസോസിയേഷൻ യോഗങ്ങളിൽ കോമ്പൗണ്ടിനകത്തെ ക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് തുടക്കത്തിൽ ഭാഗികമായും പിന്നെ പൂർണ്ണമായും അപ്പാർട്ട്മെന്റിനകത്ത് മദ്യമാംസ നിരോധനം നടപ്പിലാക്കി. പുറകെ സദാചാര ലംഘന സാധ്യത മുൻനിർത്തി
ബാച്ചിലേഴ്സിന് വാടകയ്ക്ക് ഫ്ളാറ്റ് നൽകരുതെന്ന ഉത്തരവ് കൂടി വന്നതോടെ എനിക്കും സുഹൃത്തുക്കൾക്കും അവിടെ നിന്നും ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം ഇടയ്ക്കൊക്കെ ഓർത്തിരുന്നെങ്കിലും പിന്നീട് എനിക്ക് ലജ്ജയെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. കാലക്രമേണ ഞാൻ അവളെ മറക്കുകയും ചെയ്തു. 8 വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് വീണ്ടും അവളെപ്പറ്റി കേൾക്കുന്നത്. എന്റെ ഓർമ്മപ്പെയ്ത്തിനൊപ്പം പുറത്തെ മഴയും പെയ്തു തോർന്നിരിക്കുന്നു. തിരക്കൊഴിഞ്ഞ നിരത്തിലൂടെ കാർ വേഗത്തിൽ പാഞ്ഞു. കാർ റോഡരികിൽ ഒതുക്കിയിട്ട് ഗേറ്റ് കടന്ന് ഞാൻ അകത്തേക്ക് കയറി. കെട്ടിടത്തിന് മുൻവശത്ത് കത്തി നിൽക്കുന്ന ബോർഡിൽ ആര്യാവർത്തം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗം വേറിട്ട് കാണുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യമായി കയറുന്നതിന്റെ പരിഭ്രമം കലശലായതോടെ ഒപ്പം വരാമെന്ന് ഷാനുവിന്റെ ഓഫർ നിരാകരിച്ചതിൽ ഞാൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു. ഞാൻ അവിടെ നിന്ന് പരുങ്ങുന്നത് കണ്ടിട്ടാവണം പാറാവിലുണ്ടായിരുന്ന പോലീസുകാരൻ ഇറങ്ങി വന്നത്. കാര്യം പറഞ്ഞപ്പോൾ അയാൾ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മേശക്കരികിലിരുത്തി. രോഷ്നിയല്ലേ? ഷാനുവിന് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് നിർത്തി ഞാൻ തല ഉയർത്തി നോക്കി. ഫോണിൽ കേട്ടതിനേക്കാൾ പരുക്കനാണ് ആ ശബ്ദം. അത്രയും ചെറിയ ശരീരത്തിൽ നിന്നാണ് ആ ശബ്ദം വരുന്നതെന്ന് തോന്നുകയേയില്ല. യൂണിഫോമില്ലാതെ അവരെ കണ്ടാൽ ഒരു പോലീസുകാരിയെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാകുന്നുവെന്ന് എനിക്ക് തോന്നി. എന്റെ മറുപടിക്ക് കാക്കാതെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ ധൃതിയിൽ പുറകെ ചെന്നു. പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല. സ്റ്റേഷന് നല്ല വലിപ്പമുണ്ട്. ഒരു വശത്ത് നിരനിരയായി ജയിലറുകളുള്ള ഇരുണ്ട ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ തല നേരെ തന്നെ പിടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അടച്ചിട്ട ചില മുറികൾ കൂടി കടന്ന് പാതി ചാരിയിട്ട ഒരു വാതിലിനു മുന്നിലവർ ചെന്നു നിന്നു. ലച്ചിയുടെ സംഘർഷഭരിതമായ ജീവിതകഥയുടെ ബാക്കി നാളെ.